തൃശൂരിൽ 6 വയസ്സുകാരന് നേരെ ടീച്ചറുടെ ക്രൂരത. UKG വിദ്യാർത്ഥിയെ മൊബൈൽ ഫോൺ കൊണ്ട് ടീച്ചർ തലയ്ക്കടിച്ചതായി പരാതി. നായരങ്ങാടി സ്വദേശി ദീപു ആണ് മകനെ അധ്യാപിക മർദ്ദിച്ചെന്ന് പോലീസിൽ പരാതി നൽകിയത്. നായരങ്ങാടി കമ്മളം വിദ്യാഭവൻ LP സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. മൊബൈലുണ്ടോ തലയ്ക്കടിച്ചു? കുട്ടനെ വേനെടുത്താ? എൻ്റെ കുട്ടൻ എന്ത് ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല, ബെഞ്ച് പൊരിക്കാൻ പോയതാ. LP സ്കൂൾ നായരങ്ങാടിയാണ്. അവിടെ UKG-യിലാണ് കുട്ടി പഠിക്കുന്നത്. കുട്ടിയുടെ ടീച്ചർ തന്നെ മൊബൈലൊക്കെ തലക്കടിച്ചു എന്ന് പറയുന്നതാണ്. ഒരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയണില്ല. പിന്നെ കുട്ടി 6 വയസ്സാവണുള്ളൂ. UKG-കാരനാണ്. എന്നാണ് സംഭവം ഉണ്ടായത്? ഇന്നലെ 19-ാം തീയതിയാണ് സംഭവം ഉണ്ടായിരുന്നത്. കുട്ടി രാവിലെ നടന്ന സംഭവമാണ്. ഉച്ച കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ആൾക്ക് തലയിലൊരു മുഴ വേദന എടുക്കണമെന്ന് പറഞ്ഞ് കാര്യം ചോദിച്ചപ്പോഴാണ് ടീച്ചർ മൊബൈൽ കൊണ്ട് തലക്കടിച്ചതെന്ന് പറഞ്ഞത്. വിശദാംശങ്ങളുമായി ലെവിൻ K. വിജയനാണ് ചേരുന്നത്. ലെവിൻ, എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അധ്യാപികയ്ക്കെതിരെ പരാതിയായി ഉയരുന്നത്. പരാതിയിൽ എന്താണ് പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചോ ഇതിൽ? ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ നായരങ്ങാടി, തൃശൂർ ചാലക്കുടിയിലെ നായരങ്ങാടി കമ്മളം വിദ്യാഭവൻ LP സ്കൂളിലെ UKG അധ്യാപികയായ ജിജിക്കെതിരെയാണ് ഇത്തരത്തിൽ രക്ഷിതാക്കൾ പരാതി നൽകിയിരിക്കുന്നത്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെത്തി വിദ്യാർത്ഥിയെ അധ്യാപിക മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മർദ്ദിച്ചു എന്ന് കാട്ടി പരാതി നൽകിയെങ്കിലും പോലീസുകാർ ഇത് സ്കൂളിൽ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന പരാതിയാണ് എന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കുകയായിരുന്നു. പിന്നീട് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി പരിഹാരത്തിനുള്ള ശ്രമങ്ങൾക്ക് മാതാപിതാക്കൾ കാത്തുനിന്നു. പക്ഷേ സ്കൂൾ അധികൃതർ ഒരു തീരുമാനവും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. പിന്നീട് ഇന്ന് PTA യോഗം ചേർന്നപ്പോൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപിക കുട്ടിയോടും മാതാപിതാക്കളോടും ക്ഷമ പറയാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇക്കാര്യത്തിലൊന്നും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ ഈ മാതാപിതാക്കൾ ചാലക്കുടി DYSP ഓഫീസിലെത്തി വീണ്ടും പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ DYSP CIക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം കേസെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുട്ടി പറയുന്നത് ഇന്നലെ ക്ലാസ്സിൽ വെച്ച് തന്നെ അധ്യാപിക മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചു എന്നുള്ളതാണ്. കുട്ടി ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളും മറ്റും പരിശോധിച്ചപ്പോഴാണ് കുട്ടിയുടെ തലയിൽ ഒരു മുഴ കാണുന്നതും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇക്കാര്യത്തെക്കുറിച്ച് കുട്ടി സംസാരിക്കുന്നത്. ടീച്ചർ മൊബൈൽ ഫോൺ കൊണ്ട് മർദ്ദിച്ചതാണ് എന്നുള്ളതും പറയുന്നത്. ഇതനുസരിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ സ്കൂളിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. പക്ഷേ ഇവരോട് പ്രതികരിക്കാൻ മറ്റും അധ്യാപിക തയ്യാറായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഈ സംഭവങ്ങളെക്കുറിച്ച് സ്കൂൾ അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഒരു പിഴവുണ്ടായി എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. മാത്രമല്ല കുട്ടിയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അധ്യാപിക കുട്ടിയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നില്ല. ഇതേ തുടർന്നാണ് ഒരു തരത്തിൽ കുട്ടിയുടെ തലയിൽ മർദ്ദിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. മർദ്ദിച്ചതായി സ്കൂൾ അധികൃതർ പറയുന്നില്ല. പക്ഷേ മൊബൈൽ ഫോൺ കൊണ്ട് കുട്ടിക്ക് പരിക്കേറ്റു എന്നുള്ള നിലയിലാണ് അവർ സംസാരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് മൊഴിയെടുത്തതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പരാതിയുമായി ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ദീപുവും അമ്മയും അടക്കമുള്ള ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. സ്വാതി. ശരി, ലെവിൻ K. വിജയൻ.